ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സന്മനസ്സുള്ളവർക്ക് സമാധാനം. എല്ലാവരും സുഖമായിരിക്കട്ടെ. ഞാനും ബേബീസും ഫൈക്കാക്കും സുഖമായിട്ടിരിക്കുന്നു. വാ വാ വാ, നടക്ക് നടക്കാ ബേബി. ഇനി വാ, കൈ പിടിക്കും, അമ്മാന്റെ കൈ പിടിക്കും. വാ. ഇനി ബേബിക്ക് 4-5 ദിവസമായിട്ട് പനി തുടങ്ങിയിട്ട്. പക്ഷേ മെഡിസിൻ നമ്മളെ കയ്യിൽ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. ചെറിയ കുട്ടികൾക്കാവുമ്പോൾ നമ്മൾ കയ്യിൽ എപ്പോഴും കുപ്പിമരുന്ന് സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അത് കൊടുക്കുമ്പോൾ വീണ്ടും പനിക്കും, വീണ്ടും പനിക്കും. അങ്ങനെ അപ്പോൾ ഇന്നലെ മിനിഞ്ഞാന്ന് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പനിക്ക് മാറിയെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ ഇന്ന് ഞാൻ കോളേജ് വിട്ട് വന്ന് ക്ഷീണിച്ച് കിടക്കുമ്പോൾ വീണ്ടും കുറുമ്പ് തുടങ്ങി. ഇങ്ങനെ മേലെ ഒട്ടിക്കിടക്കുക. അങ്ങനെ നോക്കുമ്പോൾ നല്ല ചൂടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഡോക്ടറെ പോയി കാണിക്കാമെന്ന്. ഓളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡോക്ടറൊന്ന് ജസ്റ്റ് പോയി കണ്ടാൽ മതി, മരുന്ന് കൊടുത്തിട്ടില്ലേലും വേണ്ടില്ല. ഡോക്ടറുടെ പെട്ടിക്ക് പൈസ ഇടുക, നീർച്ചപ്പെട്ടിയിൽ പൈസ ഇടണ പോലെയാണ്. അതങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉള്ള പനിയും കാര്യങ്ങളെല്ലാം മാറും. അപ്പം ആ ഒരു നേർച്ചപ്പെട്ടിയിൽ ഡോക്ടർക്ക് പൈസ ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആക്ച്വലി വന്നിട്ടുള്ളത്. ആക്ച്വലി ഇത് തമാശയിൽ പറഞ്ഞതാണെങ്കിൽ കൂടെ കുട്ടികൾക്ക് വയ്യാണ്ടാകുമ്പോൾ നമുക്ക് തീരെ മാനസികമായിട്ടൊരു സംഘർഷമാണല്ലോ. അപ്പോൾ അത് അത്ര സീരിയസ് ഒന്നുമില്ല. ജലദോഷമോ കഫക്കെട്ടോ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഒരു പനിയുണ്ട്. പക്ഷെ പനി ആകുമ്പോൾ ക്ഷീണമായിട്ട് എപ്പോഴും കിടപ്പാ. അപ്പോൾ പാവം തോന്നും. ഇവൻ്റെ മുടി കൂടെ വന്ന് മോൾ എപ്പോഴും പറയാം അവളെ മുടി കെട്ടിക്കൊടുക്കണം. പക്ഷെ കെട്ടിക്കൊടുക്കാറില്ല. കാരണം ചെറിയ മുടിയല്ലേ, പിന്നെ നല്ല സോഫ്റ്റ് മുടി ആയതുകൊണ്ട് തന്നെ അത് കെട്ടിക്കൊടുത്താൽ അത് അഴിഞ്ഞു പോകും. അപ്പോൾ എന്തായാലും ഇന്ന് അവളുടെ ആഗ്രഹം, എൻ്റെ കയ്യിൽ റിബൺ കിട്ടിയപ്പോൾ ഞാൻ കെട്ടിക്കൊടുത്തു. അപ്പോൾ ഇനബേബിക്ക് അതേപോലെ കെട്ടിക്കൊടുത്തു. ഇനബേബിക്ക് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ കെട്ടിക്കൊടുത്തപ്പോൾ. തലച്ചൂടൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തലയിൽ ആരെയും തൊടുന്ന തന്നെ പ്രശ്നമല്ലേ. അപ്പോൾ ഞാൻ കുടുക്കൊന്നും അയക്കാതെ ജസ്റ്റ് അതേപോലെ ഇങ്ങനെ കെട്ടിക്കൊടുത്തിരിക്കുകയാണ് കേട്ടോ. എനിക്ക് എന്താ വെച്ചാൽ 2 പേരും ഒരേപോലെ നടക്കണം, ഒരേപോലത്തെ ഷൂ, ഒരേപോലത്തെ ഡ്രസ്സ്, ഒരേപോലത്തെ മുടി. അങ്ങനെ അത് ഇവൾക്ക് കുറച്ചൊക്കെ നല്ല നീളമുള്ള മുടി ഉണ്ട്. പക്ഷെ ഇനി ബേബിൻ്റെ അതേപോലെ മാച്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ അവളെ മുടിയും വെട്ടി ഗൈസ്. അങ്ങനെ ഞാൻ 2 പേരെയും ഒരുപോലെ നടത്താൻ വേണ്ടിയിട്ടാണ് ഇപ്പം ആക്ച്വലി നോക്കുന്നത് കേട്ടോ. അങ്ങനെ കണ്ടോ, ഇവരെ സംഭവം ആൾക്ക് പനി ഉണ്ടെങ്കിൽ കൂടെ ഭയങ്കര ഉക്രാണാണ്. ഇതിൽ അങ്ങോട്ട് നടക്കുന്നു, ഇങ്ങോട്ട് നടക്കുന്നു, അങ്ങോട്ട് കയറുന്നു, ഇങ്ങോട്ട് വരുന്നു. ഇതന്നെയാണ് അവരുടെ ഐസ. പിന്നെ അവസ്ഥ. പിന്നെ ഞാനിത് ഇവിടെ അണ്ടി പോയി അണ്ണാനെ പോലെ ഇവിടെ ഇരിക്കുകയാണ്. ഡോക്ടർ ആക്ച്വലി ഫുഡ് കഴിക്കാൻ എന്തോ പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണ് ഡോക്ടർ വരികയെന്ന് ഒരു പിടുത്തമില്ല. ഫുഡ് കഴിക്കാൻ പോയി ലാവിഷായിട്ട് കഴിക്കാൻ തോന്നുന്നു. അങ്ങനെ ഞാൻ എൻ്റെ കൊച്ചുങ്ങളെ നോക്കി ഇങ്ങനെ ഇരിക്കും. സത്യം പറഞ്ഞാൽ ഇങ്ങനെ വേറൊരു പരിപാടി ഇല്ലാത്ത നേരത്താണല്ലോ നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാം. അപ്പോൾ ഞാനും ഇവമോളും ഇങ്ങനെ ചുമ്മാ വെറുതെ ഓരോ ഷോ കാണിച്ച് നിൽക്കണം. പൈക്കാക്കു ദാ ബാക്കിൽ ഭയങ്കര മൊബൈലിൽ എന്തൊക്കെയോ തപ്പിത്തെരഞ്ഞുകൊണ്ടിരിക്കണം. പൈക്കാക്കു ആക്ച്വലി പണ്ടൊക്കെ ഫോൺ അഡിക്റ്റ് ആയിരുന്നു, ഇപ്പോൾ കമ്പ്യൂട്ടർ അഡിക്റ്റാണ്. ഫുൾ ടൈം പ്രോഗ്രാമിങ്. അത് മൂപ്പരാളുടെ ഒരു ഹോബിയാണ്. പിന്നെ അപ്പുറത്ത് ആക്ച്വലി ഒരു വാർഡാണ് കേട്ടോ. വാർഡ് മീൻസ് ഇവിടെ അഡ്മിറ്റ് ആകുന്ന ചെറിയ കുഞ്ഞു അസുഖങ്ങൾക്കൊക്കെ അഡ്മിറ്റ് ആവുന്ന രോഗികൾ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവമോൾ ഇങ്ങനെ ചുമ്മാ അവിടെ ഇങ്ങനെ പോയി നോക്കും. അപ്പോൾ ആരും ഇല്ലയെന്ന് തോന്നുന്നു. രാത്രി ഒരു 9 മണിയൊക്കെ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു ശ്മശാന മൂകതങ്ങൾക്ക് ഇവിടെ ഫീൽ ചെയ്യുന്നത്. പിന്നെ എൻ്റെ കുട്ടികളുണ്ടാകുമ്പോൾ മൂകത കളയും. ചെളി ഉണ്ടാവുക അവിടെ കേട്ടോ. ഇവമോളാണെങ്കിൽ കളിച്ച് ഒരു വിധമായിട്ടുണ്ട്. ഇങ്ങനെ കയറി ഇറങ്ങുക. അവളെ ആക്ച്വലി ഭയങ്കര വികൃതി. അതുകൊണ്ട് തന്നെ എത്ര ഫുഡ് കൊടുത്തു കഴിഞ്ഞാലും ഓളെ മേത്ത് കാണൂല. എൻ്റെ അനിയത്തിൻ്റെ കുട്ടിക്കൊക്കെ അവൾക്ക് കൊടുക്കുന്നതിൻ്റെ പകുതിയേ കൊടുക്കുള്ളൂ. പക്ഷെ എങ്കിൽ കൂടെ എന്താ പറയുക, ഇവളെക്കാളും ചിലപ്പം മെച്ചം തോന്നിട്ടോ. അവൾ തീരെ തടിയില്ല. കാരണം ഒന്നുമില്ല, അടങ്ങി നിൽക്കൂല. ഭയങ്കര പൊരിച്ചിലാണ്. ആൺകുട്ടികളെക്കാളും കഷ്ടമാണ് സത്യം പറഞ്ഞാൽ. ആൺകുട്ടികളെങ്ങനെ പൊരിയാന്നൊക്കെ പറയും. പക്ഷേ ഇവമോൾ അതിനേക്കാൾ പൊരിച്ചില്ല. അവളെ നോക്കി കണ്ടനുസരിച്ച് പഠിക്കാൻ ഇനിയും. അങ്ങനെ ഗൈസ് ഞങ്ങളെ ഡോക്ടറെ കണ്ടിട്ടോ. ഡോക്ടർ പറഞ്ഞു അത്യാവശ്യം നല്ല പനിയുണ്ട്. കാരണം 99.7 സംതിങ് ഡിഗ്രി ഒക്കെ ഉണ്ട് അവൾക്ക് പനി. അപ്പം എത്ര 95-96 അല്ലേ നോർമലേ. അപ്പോൾ എന്തായാലും കൂടുതലാണ്. അപ്പോൾ ഒരു സപ്പോസിറ്റർ വെച്ചു. പിന്നെ കുറച്ച് മെഡിസിൻസൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ആ മെഡിസിൻ കണ്ടെങ്കിൽ ഞെട്ടേണ്ട, അത് ലെവോസെറ്റ് അലർജിക്ക് വേണ്ടി എനിക്ക് വാങ്ങിച്ച മെഡിസിനാണ് കേട്ടോ. എല്ലാ ദിവസവും ഈ ഒരു മെഡിസിൻ കഴിച്ചങ്ങോട്ട് ഉറങ്ങിയണ്ടല്ലോ, സ്വർഗം കാണുമെന്ന് പറഞ്ഞ പോലെ അടിപൊളിയായിട്ട് ഉറങ്ങാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഇനി ബേബിക്കുള്ള മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഒരു തലച്ചൂടിനൊരു മെഡിസിൻ ഉണ്ട്, പനിക്കൊരു മെഡിസിൻ ഉണ്ട്, ആൻറ്റിബയോട്ടിക്കും ഉണ്ട്. അപ്പോൾ അത്രയും സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് ഗൈസ്. ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇനി നേരെ വീട്ടിലേക്ക് പോകാമെന്ന്. വേറെ ഷോപ്പിങ്ങോ കോപ്പിങ്ങോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇവമോളുടെ കയ്യിൽ കടല
കടലക്കാരനൊരു കടലൻ്റെ ഒരു ചെറിയ പാക്കറ്റ് കൊടുത്തിരിക്കട്ടോ. ആ കടലക്കാരൻ്റെ സ്ഥിരം കസ്റ്റമറാണ് നമ്മൾ. അപ്പം എന്തായാലും നമ്മളോടുള്ള ഒരു സ്നേഹം കാണിക്കാതിരിക്കില്ലല്ലോ, എല്ലാ ദിവസവും അല്ല കേട്ടോ. അപ്പോൾ കുറച്ച് കൂടി പോകും അത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ആക്ച്വലി ഒരു 3-4 ദിവസമൊക്കെ കൂടുമ്പോൾ എന്തായാലും ഒരു 100-200 രൂപക്ക് ആളടുത്തുനിന്ന് കടല വാങ്ങിക്കും. കാരണം എൻ്റെ ഫേവറേറ്റ് സ്നാക്കിംഗ് ആണ് കടല കഴിക്കലെന്ന് പറഞ്ഞാൽ. അതങ്ങോട്ട് കഴിച്ചാലും കഴിച്ചില്ലെങ്കിൽ മതിയാവില്ല. അങ്ങനെ ഇപ്പോഴും ഞാൻ എൻ്റെ ഫ്രണ്ടിലൊരു കടലിൻ്റെ കുപ്പിയിലാക്കി വെച്ച കടലിൻ്റെ പാക്കറ്റ് വെച്ചിട്ടാണ്, കുപ്പി വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഗായ്സ്, ഇനി ഞങ്ങൾ ഇപ്പം ഇവമോൾക്ക് മിഠായി വേണമെന്ന് പറയട്ടെ. ഫൈക്കാക്ക് മിഠായി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ലുലുവിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയതാട്ടോ. കുറേ എന്നെ ഉന്തി തള്ളി പറഞ്ഞേക്കാൻ വേണ്ടി നോക്കി. പക്ഷേ ഷേഹുന ഓൾറെഡി ക്ഷീണിതയാണ്. അതുകൊണ്ട് താങ്കൾ പോയാൽ മതി എന്ന് പറഞ്ഞ് ഫൈക്കാക്കുവിനെ തന്നെ ഉന്തി തള്ളി പറഞ്ഞേക്കാനുള്ള പരിപാടിയിലാണ്. അങ്ങനെ ഫൈക്കാക്ക് പോയി വന്നിട്ട് ഇവർക്ക് കൊണ്ടുവന്ന 2 ടോയ്സാണിത്. ഞാനിതിനൊക്കെ എതിരാട്ടോ, കുറേ പൈസ അങ്ങ് ചിലവാക്കും, വെറുതെ ഓരോ കുന്ത്രാണ്ടം. പക്ഷേ ഫൈക്കാക്കു പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് കേട്ടിട്ട് എന്ത് ചെയ്യും, വാങ്ങിച്ചു കൊടുക്കും. അപ്പോൾ ഇവമോളുടെ കടല ട്രാൻസ്ഫർ ചെയ്ത് എൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇത്രയ്ക്കുള്ളൂ ഇന്നത്തെ വ്ളോഗ്. ബൈ ബൈ, ടാറ്റാ, സീ